ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പട്ടാണിക്കടലേൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് കേട്ടോ. പട്ടാണിക്കടല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വെക്കുന്ന പോലെ ഒരു മസാല ടേസ്റ്റിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ കടലക്ക് കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് ഒരു അടിപൊളി ഗ്രേവി ടൈപ്പ് നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഏത് കുക്കിംഗ് അറിയാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ നമ്മളൊന്ന് ഈ വീഡിയോ കണ്ടു നോക്കിയാലോ. പിന്നല്ലേ, കടല ആദ്യം തലേന്ന് രാത്രി ഒന്ന് പുതിർത്തിടുന്നത് നല്ല കേട്ടോ. അതായത് വെള്ളത്തിലിടുന്നത് നല്ലതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കഴുകി വൃത്തിയാക്കിയ കടല, പുതിർത്തിയ കടല നമ്മൾ പിറ്റേന്ന് രാവിലെ കുക്കറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ എന്താ പറയുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ മസാല ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ടേബിൾ സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി, അതായത് ഒരു ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക്. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ കറികൾക്ക് എപ്പോഴും കല്ലുപ്പാണ് ടേസ്റ്റ്. കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റിന്. എന്നിട്ട് നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കറി പാകമായതിന് ശേഷം ലേശം പൊടിപ്പൊന്ന് വേണമെങ്കിൽ വിതറി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഇട്ടതിന് ശേഷം ഒരു തക്കാളിയും അതുപോലെ ഒരു ഉള്ളിയും പിന്നെ നമ്മൾ 2 പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ പൊടികൾ ഇട്ടതിനോണ്ട് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കയ്യിലോണ്ട് ഇളക്കിയതിന് ശേഷം കുക്കർ നമ്മൾ ഇതുപോലെ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കത്തിച്ചതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുക്കർ മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് 2-3 വിസിലടിഞ്ഞ് നമ്മൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കറി വറവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ലോണം ചീനച്ചട്ടിയിൽ എണ്ണ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കടുക് മൊത്തം പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നേരെ ആ കറിയിലേക്ക് കമഴ്ത്തിയാൽ മതി. അപ്പോൾ നമ്മൾ വറവിടലും കഴിഞ്ഞ്. കറി ഇതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.